കോട്ടയം നഗരസഭയിലെ 211 കോടി രൂപ കാണാതായ സംഭവത്തിൽ രേഖകൾ പരിശോധിക്കാൻ കുറച്ചുകൂടി സമയം വേണമെന്ന് കോട്ടയം നഗരസഭാ സെക്രട്ടറി പറയുന്നു. മറുപടി നൽകാൻ 7 ദിവസം മതിയാകില്ലെന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചിരിക്കുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ഈ 211 കോടി രൂപയൊക്കെ കാണാതാകുന്നു എന്ന് പറഞ്ഞാലേ ഒരു നാണയത്തൊട്ട് കാണാതാകുന്ന ലാഘവത്തോടെ നമുക്ക് കാണാൻ കഴിയില്ല. ഗൗരവമായി അന്വേഷിക്കേണ്ട കേസാണ്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായിട്ടും SKN വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. 211 കോടിയാണ് കാണാനില്ലെന്ന് ഇന്റലിജൻസ് വിഭാഗം, അതായത് നഗരസഭാ ഡയറക്ടറേറ്റിലെ ഇന്റലിജൻസ് വിഭാഗം വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് ഇത് നഗരസഭയിൽ ഉന്നയിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത, ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥരും ചെയർമാനും ചെയർപേഴ്സണും അതുപോലെ തന്നെ സെക്രട്ടറിയും അടക്കം എല്ലാ കൗൺസിൽ അംഗങ്ങളും എല്ലാവരും അറിയുന്നത്. അത്രയും രഹസ്യമായിട്ടാണ്. അതായത് മുൻപ് നടന്ന പെൻഷൻ തട്ടിപ്പ്, 3 കോടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഗരസഭാ ഡയറക്ടറേറ്റിലെ വിജിലൻസ് വിഭാഗം പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് ഇത്രയും തുക കാണുന്നില്ല എന്ന് കണ്ടെത്തിയത്. ഇത് നഗരസഭാ കൗൺസിലിൽ വിവാദമായതോടെ ചെയർപേഴ്സൺ സെക്രട്ടറിയോട് ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം ചോദിക്കുകയായിരുന്നു. ആ വിശദീകരണത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ സെക്രട്ടറി പറയുന്നത്, ഇങ്ങനെ ഔദ്യോഗികമായി ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ നടത്തിയെന്ന് ഈ ഡയറക്ടറേറ്റിൽ നിന്നും തനിക്ക് അറിയിപ്പൊന്നും നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ല. തുടർന്ന് അദ്ദേഹം തന്നെ നടത്തിയ അന്വേഷണത്തിൽ ചില വിവരങ്ങൾ ലഭിച്ചു, ചില ഉത്തരവുകളൊക്കെ ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മറുപടി നൽകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത്, ഇത്രയും വലിയ ക്രമക്കേട് നടന്നു എന്നത് കണ്ടെത്തണമെങ്കിൽ കൂടുതൽ സമയമെടുക്കും. ഒപ്പം തന്നെ അതിന് പര്യാപ്തമായിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഓഡിറ്റ് അടക്കമുള്ള വിഭാഗത്തിലുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള കൂടുതൽ ഉദ്യോഗസ്ഥരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ചെയർപേഴ്സൺ ആവശ്യപ്പെട്ട പോലെ 7 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു കണക്ക് പരിശോധിച്ച് നൽകാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും കൂടുതൽ ഉദ്യോഗസ്ഥരെയും ആവശ്യമാണെന്നുള്ളൊരു വിശദീകരണമാണ് സെക്രട്ടറി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത്രയും വലിയൊരു ക്രമക്കേട് വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിട്ടും നഗരസഭയിൽ അത് ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിവാദം തുടരുകയാണ്. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ.